സെലിബ്രേഷൻ ഗോൺ റോങ്. എന്തിനാ കേക്ക് മുറിക്കണേ? തിന്നാന്. പക്ഷെ എൻ്റെ പല്ലിൻ്റെ വിടവ് നന്നായിട്ട് കാണുന്നുണ്ടല്ലേ. ബർത്ത്ഡേ കട്ട് കേക്ക് ചെയ്യാനുള്ള ബേസിക്കലി ഞാൻ റിച്ച് ആണ്. 2-3 ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. റാണിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ കേക്ക് മേടിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റാണിൻ്റെ കേക്ക് മേടിച്ചിരിക്കുകയാണ്. കേക്ക് മേടിച്ച് പോവുകയാണ്. സോ വീട്ടിലെത്തിയിട്ട് കാണാം. ഇതിന് മുന്നേറ്റ് എനിക്ക് മൂക്കൊന്ന് ചൊറഞ്ഞു. എന്താ പറയുക, ATM ക്യാഷ് എടുക്കാനുണ്ട്. ദെൻ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ക്യാഷ് എടുത്തതിന് ശേഷം നേരെ പോവാം. നമ്മൾ ATM തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ അടുത്തൊരു ATM കാണാൻ കണ്ടില്ലേ. നമുക്ക് ATM ക്യാഷ് എടുത്തിട്ട് നേരെ സ്റ്റോപ്പിലോട്ട് പോകും. ഗായ്സ് അങ്ങനെ ATM എത്തിയിട്ടുണ്ട്. നമുക്ക് കേക്ക് താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് ATM പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്ലോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്താണ് ചെയ്യാൻ പോണതെന്ന്, എന്തിനാണ് കേക്ക് മേടിച്ചത് മുമ്പ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ നമ്മുടെ റാണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കേക്ക് മേങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോട് വന്നതാണ്. ക്ലാസ് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് പോവാൻ സംഭവമൊന്നുമില്ല. എൻ്റെ വക ട്രീറ്റൊന്നുമല്ല. റാണിയുടെ കാർഡ് വെച്ച് റാണിക്ക് തന്നെ ഒരു കേക്ക്, അതത്രേ ഉള്ളൂ. ഭയങ്കര ചൂട്. പണ്ടത്തെ പോലെ ഇപ്പോൾ ATM കൗണ്ടറിനകത്തൊന്നും AC ഇല്ലെന്നാണ് തോന്നുന്നത്. യെസ്, കേക്ക് എത്തി നമ്മുടെ താട കുട്ടാ, താടാ. ക്യാഷ് എടുത്ത് കഴിയുമ്പോഴേക്കും വെന്തൊഴുകി. ബേസിക്കലി ഞാൻ റിച്ച് ആണ്. 2-3 ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ എന്താ പറയുക, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വ്ലോഗ് എടുക്കുമ്പോൾ എനിക്കൊരു ഗെയിം കിട്ടുന്നില്ല. എന്താണെന്നറിയാം, എൻ്റെ ടീംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് കേക്ക് എടുക്കാൻ മറക്കല്ലേ. കേക്ക് താഴെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയ ക്യാമറ കൊണ്ട് നടക്കാൻ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു അത്. ഇനി നേരെ ബസ് പിടിക്കാം. ബസ് പിടിച്ചിട്ട് നേരെ വീട്ടിൽ. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് ഇറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ആരുമില്ല, ഗ്യാസ് കുറ്റി മാത്രമുണ്ട്. സോ അതിൻ്റെ കേക്ക് സുരക്ഷിതമായി വീട്ടിലെത്തി. ഇനി നേരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റാം. ആരൊക്കെ ഉറങ്ങാമെന്നാണ് തോന്നണം. ടീംസൊക്കെ ഉറങ്ങുന്നാണ് തോന്നണം. 3:35 ആയുള്ളൂ. റാഡി ഫ്രിഡ്ജിലൊക്കെ ബർത്ത്ഡേ കട്ട് കേക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. സോ എല്ലാവരും ഉണ്ട്. വ്ളോഗിലേക്ക് അപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. മൈനുണ്ട്, ആൻഡ് സാറയുണ്ട്, മിശ്രി ഉണ്ട്, ഒരേ ഒരു അമ്പൻ ഷബ്രുണ്ട്, പിന്നെ അമീഷ കുളിക്കുകയാണ്, പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ സെറ്റല്ലേ? നമ്മളെന്താ ചെയ്യാൻ പോണേ? സാറാ എന്താ ചെയ്യാൻ പോണേ സാറാ? കേക്ക് മുറിക്കാൻ. ഓക്കെ, എന്തിനാ കേക്ക് മുറിക്കണേ?
തിന്നാന്. അപ്പോൾ നമ്മളിവിടെയാണ് കേക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ആംബിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് പെൺകുട്ടികൾ. കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഏതാ ഷെയ്ഡ്? മൈന ഏതാണ് ഷെയ്ഡ്? എല്ലാവരും ഇങ്ങനെ ചുണ്ടോപ്പിട്ടിരിക്കുക. ആ അപ്പോൾ ലൈറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഇതുവരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി. ഇനി നമ്മൾ അതാ കത്തി വീണ് സാറാ കത്തി എടുക്ക്. താഴെ കൊടുക്കുക. ഉമ്മൻ്റെ മജ്ലിസാണ് കേൾക്കുന്നത് ഗൈസ്. ആ ഗൈസ്, അപ്പം റാണി എത്തിയിട്ടുണ്ട്. റാണിൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കുക. റാണി അപ്പുറത്ത് കുറച്ചങ്ങോട്ട് വിട്ടുന്ന സാറ് ഇടയ്ക്കിടയ്ക്ക് ടൗട്ടാവും ആക്കി കളിക്കുന്നുണ്ട്. മണ്ട്. അപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബോക്സ് തുറക്കാൻ അടിമിടിയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇനി എല്ലാവരും ഫ്രണ്ടിൽ സെറ്റായി നിൽക്കട്ടോ. അവിടെ പോയി പെണ്ണുങ്ങൾ വലുതൊക്കെ ബാക്കിൽ, ചെറുതൊക്കെ ഫ്രണ്ടിലേക്ക്. സാറ ഫ്രണ്ടിലേക്ക്. ആയിട്ടിയ ഞാൻ പറയുമ്പോൾ മിന്നു ഓണാക്കി അതിട്ടാ ഗൈസ്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. കമോൺ റാണിയേ മുറിക്കല്ല സാറാ. ആയിട്ടിയ റാണി തന്നെ മുറിക്കുക. അപ്പോൾ ഗൈസ് കേക്ക് നീ മുറിക്കണ്ട. നീ മുറിക്കാനായില്ല. അത് കച്ചറക്കല്ലേ സാറ. ആട്ടിയ റാണി തന്നെ കൂടെ മുറിക്ക. അപ്പൊ ഗൈസ് ഇപ്പൊ ഇവിടെ സാറ കച്ചറുണ്ടാക്കാണ്. സാറിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സാറ മിസ്രി പോസ് ചെയ്യല്ലേ. ഇനി ഉമ്മ റാണിയും കൂടെ ഫോട്ടോ അതെടുത്തില്ലേ അമീഷ? ഫോട്ടോ അവരിക്കടെ ഫോട്ടോ എടുത്തില്ലേ? എന്നാ ഫോട്ടോ എടുക്ക്. റാണി വാ. അമീഷ അതീ ഫോട്ടോ എടുത്താ? അപ്പൊ ഗൈസ് ഞങ്ങളെ റാണിന്റെ എത്രാമത്തെ ബർത്ത്ഡേ റാണിയെ? 22 ആണ് ബർത്ത്ഡേ. സാറ അപ്പൊ ഗൈസ് ഞങ്ങൾ നെസ്റ്റോന്ന് മേടിച്ച കേക്കാണ്. ആർക്കാണ് കുറവായ? നെസ്റ്റോന്ന് മേടിച്ച കേക്കാണ്. നീ ആരാ കട്ട് ചെയ്യാൻ പോണ? ആരെ ബർത്ത്ഡേ ആണ് സാറാ? നല്ല ഫോട്ടോ എടുത്ത് കൊടുക്ക്. റാണിത്തൻ്റെ എന്താണ് സാറാ? ഹാപ്പി ബർത്ത്ഡേ. കേക്ക് എന്തൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല. മിസ്രി വേളയിൽ എന്താണ് പറയാനുള്ളത് മിസ്രിക്ക്? മുഖം പൊത്തല്ലേ സാറ? അല്ല മിസ്രിയെ മുഖം പൊത്തല്ലേ. ബബിജി ഉറിക്കു. ഉമ്മക്ക് എന്താ പറയാനുള്ളത് വൈകുന്നേരത്ത്? ഇന്ത നേരത്തിൽ എന്താണ് പറയാനുള്ളത്? ഓ ശരി കണ്ടാലും മതി.
ആ അപ്പൊ എല്ലാം ഫോട്ടോ എടുത്തില്ല ഇനി റാണിമാരുടെ കൂടെ ഒക്കെ ചാച്ചും വരൊക്കെ മാറി അതെന്തിട് അവിടെ എന്താ അടിച്ച് പൊളിക്കുന്നുണ്ട് പാപ്പിയാണത് ഞങ്ങളുടെ ഓൺ ദ ഫ്രൈ ഉമ്മ സാറ ആൻഡ് റാണി ഗുണങ്ങളൊക്കെ ഉണ്ട് സാറ പോസ് ചെയ്യുന്നുണ്ട് ആ എന്ത് പോസാ സാറ ഇത് പറയാനല്ലേ നല്ല രസമുണ്ട് ലൈറ്റിൻ്റെ അടുത്തായിട്ട് അല്ല ലൈറ്റ് വെച്ചിരിക്കണ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഫോട്ടോ എടുത്താലോ ആ സാറ ഇതിപ്പോൾ ആരെ ബർത്ത്ഡേ ആണ് ഗൈസ് ബർത്ത്ഡേ മാറിപ്പോയി ആ മാഷാല്ലാ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ നീ ശരിക്കെടുക്ക് ഉമ്മ കൊണ്ടേ കൊടുക്ക് റാണി ആ അമ്മക്ക് വെച്ചു കൊടുത്തോട് ആ അമ്മ കൊടുക്കും ഒന്നുകൂടെ കൊടുക്ക് കണ്ടില്ല ആ ഞുമ്മ തിരിച്ചു കൊടുക്കൂ ഓ തിന്ന് അപ്പൊ നമുക്കൊന്നുമില്ല അല്ലേ കിട്ടി കേക്ക് കിട്ടിയവരൊക്കെ പോയിരിക്ക കേക്ക് കിട്ടിയവരൊക്കെ പോയിരിക്ക ഇനി ചെക്കന്മാരൊക്കെ വരിക എടാ വാടാ കേക്ക് ബട്ടർ സ്കോച്ചിന്റെ കേക്കായിരുന്നു കാരമലാണ് ഇപ്പം മറ്റേ ഉമ്മമാന്റെ ബർത്ത്ഡേ ആയല്ലേ സാറാ ഇല്ല ഉമ്മ തലയിൽ തട്ടട്ട് മാത്രം വെക്കുള്ളൂ ഒരു കിലോ കേക്ക് മൊത്തം ഈ സാർ അകത്താക്കും തോന്നുന്നു മണി എങ്ങനെയുണ്ട് കേക്ക് സൂപ്പറല്ല ഇഷ്ടമായില്ലേ സൂപ്പറല്ല മൈന എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ട കേക്ക് മിസ്സിരി എന്താണ് മിസ്സിരിയെ കേക്ക് ഇതാണ് ഇപ്പോൾ ഗൈസ് കേക്കിൻ്റെ അവസ്ഥ എല്ലാവരും വലിയ കേക്കുകൾ എടുത്തു ചെക്കന്മാർക്കൊന്നും കേക്ക് കിട്ടിയിട്ടില്ല ടേസ്റ്റ് ഉണ്ടോ സാറ കേക്ക് സൂപ്പറാ രമ്യ ഗൈസ് അപ്പോൾ അമീഷ